सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। ओम वागीशाद्या सुमनसः सर्वार्थानामुपक्रमे यन्नत्वा कृतकृत्याः स्युः तन्नमामि गजाननम्। दोर्भिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां दधाना हस्तेनैकेन पद्मं सितमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम्। एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ओम सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। यस्मिन् सर्वं यदः सर्वं यः सर्वं सर्वदृक् तथा सर्वभावपदातीतं बोधानन्दं स्मराम्यहम्। ഹരിയും കൊറോണ കാലത്തെക്കുറിച്ച് ഇവിടെ അനുസ്മരിക്കേണ്ടായി. അതിനുശേഷം ജ്ഞാനയജ്ഞങ്ങൾ സജീവമാവുക എന്നുള്ളത് എളുപ്പം സാധിക്കുന്നില്ല എന്നുള്ള ഒരു മട്ടായിരുന്നു. ഏതായാലും കോഴിക്കോട് അങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നുള്ള മട്ടില് ഏറ്റെടുത്തു. പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടത്ര സമയം ലഭ്യമായിരുന്നില്ല. എന്നിട്ട് പോലും ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി വളരെയേറെ ഉത്സാഹിച്ച സമ്പത്ത് ഫൗണ്ടേഷൻ കോഴിക്കോടിന്റെ എല്ലാ പ്രവർത്തകരെയും ഈ സമയത്ത് ഹൃദയംഗമമായി അഭിനന്ദിച്ചുകൊള്ളട്ടെ. ശ്രീ രാധാകൃഷ്ണൻജി പുതിയ പ്രസിഡന്റായി ചുമതലയെടുത്തപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ഗീതാജ്ഞാനയജ്ഞത്തിന്റെ തീരുമാനമാണ് കൈക്കൊണ്ടത് എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട്. തുടർന്ന് അദ്ദേഹത്തിന്റെ ഒരു നിർദ്ദേശാനുസരണമാണ് കേസരി ഭവനെ സമീപിച്ചത്. കേസരിയുടെ ഉത്തരവാദപ്പെട്ടവർ ഉത്തരവാദപ്പെടുക എന്നുള്ളത് കാഷ്വലായിട്ട് നമ്മൾ പറഞ്ഞു പോകാറുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടെ ഈ സംരംഭത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉത്സാഹിച്ചു. വളരെ സൗകര്യപ്രദമായ ഈ ഒരു സംവിധാനം നമുക്ക് ലഭ്യമായത് തൊട്ട് ശ്രീ മധുജിയുടെ നേതൃത്വത്തിലുള്ള ഉത്സാഹങ്ങളെ എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല. ഈ സംരംഭത്തിന്റെ വിജയം അത് വരുംകാലത്തിന് വളരെ വളരെ ഉപകാരമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള ഒരു ശ്രേയസ്കരമായ കാര്യ നിർവഹണത്തിൽ ഉത്സാഹത്തോടെ മുന്നോട്ട് വന്ന എല്ലാ കേസരി പ്രവർത്തകരെയും ഹൃദയംഗവുമായി അഭിനന്ദിക്കട്ടെ. ഇന്നത്തെ അധ്യക്ഷവേദി ഉദ്ഘാടന സഭ അത്യുത്തമമായി
എന്ന് പറയാതെ വയ്യ. ആവശ്യത്തിൽ കൂടുതൽ ആരും ഒന്നും സംസാരിച്ചില്ല. വേണ്ടത്ര പറയേണ്ടതെല്ലാവരും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ ചടങ്ങ് വളരെയേറെ ധന്യമായി. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ചുകൊണ്ട് ഗായത്രിജി അത് വളരെ വൃത്തിയായി നിർവഹിച്ചു. സ്വാഗത ഭാഷകനായ ഞങ്ങളുടെ പ്രസിഡന്റും തൃപ്തികരമായ രീതിയിൽ സ്വാഗതത്തെ ആശംസിച്ചു. ഉദ്ഘാടകൻ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ കീഴടക്കിയിരിക്കുകയാണ്. കൃഷ്ണനെ ചൊല്ലിയുള്ള തേടലിനെയും അന്വേഷണത്തെയും ഒക്കെ വളരെ ഭാവാത്മകമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഭഗവത്ഗീതയെ ചൊല്ലിയുള്ള ഒരുപാട് ആക്ഷേപങ്ങൾക്ക് ഭംഗ്യന്തരേണ അദ്ദേഹം മറുപടി പറഞ്ഞത് ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ മറ്റൊരു മതത്തിന്റെ സങ്കല്പങ്ങളെ ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നത്, അത് സ്വാംശീകരിച്ച് പറയാൻ തയ്യാറായത് ഉത്തമ മാതൃകയാണ്. ഈ ഒരു പാരസ്പര്യത്തിൻ്റെതായ ഉത്സാഹം തീർച്ചയായിട്ടും സമാജത്തിൽ വളരെയേറെ ആശ്വാസം പ്രദാനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉദ്ഘാടന ഭാഷണം കൊണ്ട് ഈ സദസ്യരെ അനുഗ്രഹിച്ച അദ്ദേഹത്തിനോടുള്ള കൃതജ്ഞതയും പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. മധുജി വീണ്ടും പറയേണ്ടത് ശക്തമായ ഭാഷയിൽ തന്നെ ഇവിടെ പറഞ്ഞത് ഉത്തമമായി. ഭഗവത്ഗീത യുദ്ധശാസ്ത്രമാണ് എന്നുള്ള ആക്ഷേപത്തെ നിരാകരിച്ചുകൊണ്ട് അത് കർമ്മത്തിന്റെ ശാസ്ത്രമാണ്. എല്ലാവരെയും അവരവരുടെ വഴികളിലൂടെ സ്വീകരിക്കാൻ തയ്യാറായ ഭഗവാന്റെ കാരുണ്യഗീതയാണ് എന്ന് അദ്ദേഹം നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഉത്സാഹത്തിനും അതുപോലെ ഉത്തമമായ ഭാഷണത്തിനും ഈ സമയത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. എത്തിച്ചേർന്ന നിങ്ങളിൽ പലരും സ്വാമി എന്നെ കണ്ടില്ലേ, എന്നെയും കണ്ടില്ലേ എന്ന മട്ടിൽ നോക്കുന്നത് വളരെ പ്രചോദനം തരുന്നുണ്ട്. ചിലരെയൊക്കെ പേര് മറന്നുപോയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ പേര് റീകളക്ട് ചെയ്തെടുക്കാൻ താമസം ഉണ്ടാവുമായിരിക്കും. എങ്കിലും നിങ്ങളെല്ലാവരെയും അറിയാം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രചോദനങ്ങളോട് സ്വാമിക്ക് അത്യന്ത ആദരവുണ്ട് എന്ന കാര്യം ഈ സമയത്ത് വ്യക്തമാക്കിക്കൊള്ളട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ഉത്സാഹപൂർവമായ ഈ എത്തിച്ചേരലിന് അഭിനന്ദനം നേരുന്നു. ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും ഈ ശ്രദ്ധാപൂർണമായ ശ്രവണ ഔത്സുക്യം കേൾക്കാനുള്ള താല്പര്യം അത് നിലനിർത്തണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ അനവധി വിവാദ പ്രസ്താവങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ സാരാംശം വരും ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. വളരെ പ്രശസ്തമായ ഒരു പ്രയോഗമാണ് സംഭവാമി യുഗേ യുഗേ എന്നത്. ഈ പ്രയോഗത്തെ സംബന്ധിച്ച് സങ്കടകരമെന്ന് പറയട്ടെ, തെറ്റായ ഒരു വ്യാഖ്യാനം തഞ്ചവും തരവും കിട്ടുമ്പോഴൊക്കെ പറഞ്ഞു പോരാറുണ്ട്. അത് തിരുത്തിക്കൊണ്ടാവട്ടെ 4-ാം അധ്യായത്തിലേക്കുള്ള പ്രവേശനം എന്നാണ് സ്വാമി കരുതുന്നത്. സംഭവാമി യുഗേ യുഗേ എന്താ വാക്കിന്റെ അർത്ഥം?
ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ ധാരാളം കേട്ടും സൗകര്യം കിട്ടുമ്പോഴൊക്കെ, നേരത്തെ പറഞ്ഞ പോലെ തഞ്ചോന്തരം കിട്ടുമ്പോഴൊക്കെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയും ഒക്കെ ഇതിന്റെ ഒരു അർത്ഥകൽപ്പന നടത്തിയിട്ടുള്ളത് സംഭവിക്കാനുള്ളത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും എന്ന നിലയിലാണ്. അങ്ങനെ അല്ല അതിൻ്റെ വാക്യാർത്ഥം, പദങ്ങളുടെ അർത്ഥം എന്ന് ഇന്ന് തിരുത്തി പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കൂ, പറയൂ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ആശ്വസിക്കാൻ വേണ്ടി സംഭവാമി യുഗേ യുഗേ എന്നല്ലേ പറയുക. സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കേണ്ട സമയത്ത് അങ്ങനെ അല്ലാതെ വരിക. സംഭവാമി യുഗേ യുഗേ എന്നുള്ളത് ഭഗവാന്റെ കാരുണ്യപൂർണമായ വാഗ്ദാനമാണ്. അത് ഒരു ആശ്വാസ വാക്യമാണ്. എങ്ങനെയാണ് ഭഗവാൻ ഈ പ്രയോഗം കൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കുന്നത്? ഭഗവാൻ പറയുന്നു, ഡോണ്ട് വറി, നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോണു ഭഗവാനെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, ഐ ആം ദേർ. കേട്ടില്ലേ? ആരാധ്യനായ ഉദ്ഘാടക ഭാഷകൻ കൃഷ്ണനെ സംബന്ധിച്ച ഒരു ഗ്രഹണത്തിന്റെ കാര്യം പറഞ്ഞത് വളരെ ഗംഭീരായി. നമ്മള് കൃഷ്ണനെ കാണുന്നില്ല എന്നേ, പക്ഷേ ഭഗവാൻ 7-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി. ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരുടെയും. Then why you worry? പക്ഷേ മാം തു വേദന കഷ്ടന, എന്നെ ആരും കാണുന്നില്ല. എന്നെ ആരും കാണുന്നില്ല എന്നുള്ളത് ഭഗവാൻ ഒരു പരിഭവമായിട്ട് പറഞ്ഞൊന്നുമല്ല കേട്ടോ, ഇറ്റ്സ് എ ഫാക്ട്. അതിനെ സംബന്ധിച്ച് ഭഗവാന് വ്യാകുലതയില്ല. കേട്ടില്ലേ? എന്നെ ശ്രദ്ധിക്കൂ, എന്നെ ശ്രദ്ധിക്കൂ എന്നുള്ള ഒരു സങ്കോചം അത് ഭഗവാനില്ല. അങ്ങനെ ഒരു താല്പര്യം ഭഗവാൻ പുലർത്തുന്നില്ല. അതിൻ്റെ കാരണമൊക്കെ വളരെ രസകരമാണ്. ചിലപ്പോൾ നമ്മൾ ഈ അധ്യായത്തിന്റെ പഠനത്തിൽ എവിടെയെങ്കിലും വെച്ച് അതും ചർച്ച ചെയ്യുന്നതായിരിക്കും. ഭഗവാന്റെ സാന്ത്വനം, ഞാൻ നിങ്ങളുടെ എല്ലാ ദുരവസ്ഥകളെ കുറിച്ചും ജാഗ്രതയുള്ളവനാണ്, കരുതൽ പുലർത്തുന്നു. അതുകൊണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, എപ്പോഴെപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുന്നുവോ യുഗം തോറും സംഭവാമി, അങ്ങനെ ഓരോ യുഗത്തിലും ധർമ്മസംബന്ധിയായ ഗ്ലാനിയും മങ്ങലുമൊക്കെ ഏർപ്പെടുമ്പോൾ ഞാൻ സംഭവിക്കുന്നു. സംഭവാമി യുഗേ യുഗേ, യുഗേ യുഗേ, യുഗത്തിൽ യുഗത്തിൽ യുഗം തോറും സംഭവാമി, സംഭവിക്കുന്നു. പ്രസന്റ് ടെൻസ്. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോഴൊക്കെ സംഭവിക്കുന്നു എന്ന് ഭഗവാൻ പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ ബി റിലാക്സ്ഡ്. എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യേണ്ടതുണ്ടോ ചോദിക്കുക, അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചോളാം അതാത് സമയത്ത്. ഏതായാലും പരിഭ്രമം ഒഴിവാക്കാൻ പഠിക്കൂ, തയ്യാറാവും. കാരണം എന്താ? സംഭവാമി യുഗേ. ഗോവർദ്ധനഗിരിധാരിയായി ഭഗവാൻ പ്രകീർത്തിക്കപ്പെടുന്നുണ്ട്. എന്താ കാരണം? ഗോകുലത്തിൽ, വ്രജത്തിൽ ഭഗവാൻ ഒരു സിസ്റ്റത്തെ അട്ടിമറിച്ചു. എന്തായിരുന്നു സിസ്റ്റം? എല്ലാ വർഷവും ഇന്ദ്രനെ പൂജിക്കുന്ന സംവിധാനം, ഇന്ദ്രന് വേണ്ടിയുള്ള യാഗം.
ഭഗവാൻ നന്ദഗോപരോട് അച്ഛനോട് ചോദിച്ചു, അല്ല ഇതിങ്ങനെ എന്താ ഒരു സംരംഭവും പരിഭ്രമവും ഒക്കെ, ഇന്ദ്രന് യാഗം ചെയ്യണം. ഓഹോ, നന്നായി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, എന്താ സംശയം? എന്തിനാ ഇപ്പൊ ഇന്ദ്രന് യാഗം നടത്തുന്നത്? ഇന്ദ്രനെല്ലാം ആണല്ലോ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടുന്ന വിളവ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്, വിതയ്ക്കാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. അത് ധാന്യങ്ങളായിട്ട് വിരിഞ്ഞു വരുന്നത് ഇന്ദ്രന്റെ അനുഗ്രഹം കൊണ്ടാണ്. പശുക്കൾക്കൊക്കെ വേണ്ടുന്ന പുല്ലും കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ, കാറ്റും മഴയും വെയിലും മഞ്ഞും ഒക്കെ. ഭഗവാൻ പറഞ്ഞു, ഞാനങ്ങനെ കരുതുന്നില്ല. കേട്ടില്ലേ? ഞാൻ കരുതുന്നത് നമ്മളൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നു. അഥവാ ആരുടെയെങ്കിലുമൊക്കെ ഇടപെടൽ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് ഈ ഗോവർദ്ധന പർവ്വതമാണ് നമ്മളെ വല്ലാതെ സഹായിക്കുന്നത്. കേട്ടില്ലേ? ആ കാലത്ത് തന്നെ മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നത് തുടങ്ങി പർവ്വതത്തിന്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ ഭഗവാൻ ഒരു പ്രസംഗം. അതുകൊണ്ട് നിങ്ങൾക്ക് പൂജ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് ഗോവർദ്ധനഗിരിയെയാണ് ചെയ്യേണ്ടത്. ഈ വിഷയത്തിൽ ആചാര്യന്മാർ പറയും, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രത്യക്ഷ ദേവതാരാധനയുടെ ഉത്തമ മാതൃക ഭഗവാൻ കാണിക്കുകയായിരുന്നു. ഏതായാലും ഈ ഭഗവാനെ സംബന്ധിച്ച് നിസ്സാരനല്ല എന്ന ഒരു ബോധ്യം വ്രജവൃന്ദത്തിന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിന് ചില പ്രത്യക്ഷ തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് പ്രമാണിച്ച് ആള് നിസ്സാരനല്ല, അങ്ങനെ അങ്ങോട്ട് അവഗണിക്കാൻ പറ്റില്ല എന്ന നിലയിൽ പരിഗണിച്ചു, പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നു. ആ പ്രകാരം എന്നാ ശരി, ഗോവർദ്ധനത്തിനാവാം പൂജ, എങ്ങനെയാ അതിന്റെ സമ്പ്രദായം അതൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഗംഭീരമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. ഏതായാലും പൂജ ഗോവർദ്ധനത്തിന് ചെയ്ത വാർത്ത ഇന്ദ്രൻ അറിഞ്ഞപ്പോൾ, ആഹാ, കേവലം ഒരു മനുഷ്യക്കുട്ടി പറഞ്ഞത് കേട്ടിട്ട് ഈ നന്ദഗോപരും പാർട്ടിയും ഒക്കെ എനിക്ക് പതിവായി ചെയ്തു വരുന്ന യാഗം മുടക്കിയോ? കാണിച്ചു കൊടുക്കാം. പിന്നെയാണ് പേമാരിയും പ്രളയവും. 7 ദിവസത്തെ പ്രോജക്റ്റ് ആയിരുന്നു. 7 ദിവസത്തെ പ്രോജക്റ്റ് എന്ന് പറയുമ്പോഴേക്കും മേഘം തീർന്നു ഇത്രേ. ഏതായാലും പേമാരി തകർത്ത് വ്രജത്തെ വെള്ളത്തിൽ ആഴ്ത്തുമ്പോൾ എല്ലാവരും ഓടിച്ചെന്ന് വ്രജ ആർത്തി നാശകനായ പ്രഭുവിനെ ആശ്രയിക്കുന്നു. ഭഗവാൻ പറഞ്ഞാട്ടെ, എല്ലാവരും എൻ്റെ കൂടെ പോരൂ. അങ്ങനെയാണ് ഗോവർദ്ധനത്തെ എടുത്തുയർത്തി ചെറുവിരലിൽ നിർത്തുന്നത്. എല്ലാവരോടും കയറി എന്നോളാൻ പറഞ്ഞു. അവിടെ ഭാഗവതത്തിൽ ഒരു പരാമർശം വളരെ ചിന്തനീയമാണ്, വളരെ കൗതുകം നൽകുന്നതാണ്, കൗതുകം ഉണർത്തുന്നതാണ്. എന്താ പരാമർശം? ഇവര് കുറച്ചു നേരത്തേക്ക് അത്ര റിലാക്സ്ഡ് ആയില്ല അത്രേ. കാരണം എന്താണ്? ഇതെങ്ങും കയ്യെന്ന് വിട്ടു പോയാൽ പിന്നെ പ്രത്യേകിച്ച് സംസ്കാര കർമ്മമൊന്നും ചെയ്യേണ്ടി വരില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു അത്രേ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ അവര് തിരിച്ചറിഞ്ഞത് ഭഗവാന്റെ മുഖത്തുള്ള ആ ഒരു റിലാക്സേഷന്റെ പുഞ്ചിരിയില്ലേ, അത് കണ്ടപ്പോ എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ടായി. ആ പുഞ്ചിരിയിൽ നമുക്കും പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കട്ടെ. ഗോവർദ്ധന ഗിരിധാരി ഉത്തരവാദിത്വമുള്ള ഭഗവാനാണ്. അങ്ങനെ അങ്ങോട്ട് വിട്ടുകൂടില്ല. ഇതുപോലെ ഭഗവാൻ പറയുന്നു, എവിടെ എവിടെ ധർമ്മഗ്ലാനി ഉണ്ടാവോ അവിടെ ഞാൻ തീർച്ചയായിട്ടും എത്തിച്ചേരും. ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ വിദ്യാഭ്യാസ രംഗം, അതുപോലെ സാമൂഹിക രംഗം, സാംസ്കാരിക രംഗം, സാഹിത്യ രംഗം, സാമ്പത്തിക രംഗം, രാഷ്ട്രീയ രംഗം, ഏത് രംഗത്തെക്കുറിച്ചാണ് പരാതി ഇല്ലാത്തത്? എല്ലാ മേഖലകളിലും
ഭയാശങ്കകൾ ധാരാളമാണ്. ഈ വിഷയം എല്ലാവരും സമ്മതിക്കുന്നു വിചാരിക്കട്ടെ. ആലോചിച്ചാൽ പരിഭ്രമിക്കാനേ നേരുള്ളൂ. ചിലരൊക്കെ സ്വാമിയോട് പറയാറുണ്ട്, മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റണില്ല ഓരോന്ന് ആലോചിക്കുമ്പോഴേ. ഈ കുട്ടികളുടെയൊക്കെ ഭാവി എന്താവും? അവരെ ഒന്ന് വിളിച്ച് ചോദിക്കാന്ന് വെച്ചാൽ അതിനൊരു ധൈര്യമില്ല. എനിക്ക് ഒന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ വന്ന മുന്നിൽ നിൽക്കുന്ന ഒരു വെല്ലുവിളി, എന്താ തനിക്ക് സംസാരിക്കാനുള്ളതെന്ന്. സ്വാമി പണ്ടൊക്കെ പറയായിരുന്നു, കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യണം. ഒരു വീട്ടിൽ പോയപ്പോ മകൻ ഇങ്ങനെ നടന്നു വരുമ്പോ അച്ഛൻ എണീറ്റ് നിൽക്കുക. സ്വാമി അത്ഭുതപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ ഇതൊക്കെ പാലിക്കുക, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മകൻ അകത്തേക്ക് പോയപ്പോ അച്ഛനോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ബഹുമാനിക്കണോ? എണീറ്റ് ബഹുമാനമൊന്നും അല്ല സ്വാമി. എല്ലാ മേഖലകളെ കുറിച്ചും എന്ന് മാത്രം തൽക്കാലം പറയട്ടെ. ഭയമുണ്ട്, ആശങ്കയുണ്ട്. എന്താ അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം എന്ന ചോദ്യമാണ്. ഈ സമയത്ത് നമ്മളെല്ലാവരും വരുമോ ഭഗവാൻ ഈ വഴി? എന്താ കാര്യം? ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ധർമ്മത്തിന് ഗ്ലാനി, അതിപ്പോ എല്ലായിടത്തും ഉണ്ട്. എന്നാ അപ്പൊ നിങ്ങൾ വരരുതോ എന്ന് അവതാരത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഭഗവാന്റെ മറുപടി സമയമായിട്ടില്ല. സോറി ടു സേ. കേട്ടില്ലേ? ഇതൊക്കെ നേരെയാക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. അതുകൊണ്ടാണ് 4-ാം അധ്യായം ഞാൻ എന്ത് വിചാരിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പരിചയപ്പെടാൻ പോണം. ഭഗവാൻ കൃഷ്ണനെ അതേ വേഗം വരൂട്ടോ, ധർമ്മഗ്ലാനി പറഞ്ഞില്ലേ, അതിപ്പോ എല്ലായിടത്തും ഏതാണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ വരട്ടെ. കേട്ടില്ലേ? ഏതൊരവസ്ഥയിലാണ് ഭഗവാൻ അവതരിച്ചത് എന്ന് അവതാര സന്ദർഭങ്ങളെ പലതും എടുത്ത് പരിശോധിച്ചാൽ അത്രയൊന്നും ആയിട്ടില്ല. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു നന്മ ചിന്തയില്ലേ? ഇതും കൂടി വഷളായ ഒന്ന അവസ്ഥയിലൊക്കെ ഭഗവാൻ വരുള്ളൂ എന്ന് പറയുക. ഈ സമയത്ത് ഭഗവാൻ വരേണ്ട കാര്യമില്ല. ഓക്കെ, ധർമ്മഗ്ലാനിയെ സംബന്ധിച്ച നമ്മുടെ വ്യാകുലതകൾക്കൊക്കെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമാജിക ജീവിതത്തിലും എന്തുണ്ട് പരിഹാരം എന്ന ചോദ്യത്തിന് 4-ാം അധ്യായം പറയുന്നു പരിഹാരമുണ്ട്. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത് അക്കമിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതൊന്ന് നമുക്ക് കേൾക്കാം. എന്നിട്ടോ നമുക്ക് സ്വസ്ഥത നേടിയെടുക്കാം. ഭഗവാന്റെ വാഗ്ദാനം ഭഗവാൻ ലംഘിക്കില്ല. പക്ഷേ സ്ഥിതി അത്രയും വഷളായി എന്ന് കരുതേണ്ട കാര്യം ഇല്ല. ഇവിടെ ഭഗവാൻ നമ്മിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഭഗവാന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ നമുക്കൊരു തീരുമാനം എടുത്തൂടെ? ഇതാണ് 4-ാം അധ്യായത്തിന്റെ ആമുഖമായിട്ട് സ്വാമിക്ക് ചോദിക്കാനുള്ള ചോദ്യം. ചോദ്യം വ്യക്തമായോ? ഭഗവാന്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ നമുക്കൊരു തീരുമാനം എടുത്തൂടെ? പറയൂ. എടുക്കാമല്ലോ അല്ലേ? എല്ലാവർക്കും സമ്മതം? താങ്ക് യു. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ എന്ത് പ്രതീക്ഷിക്കുന്നു? ഈ വിഷയങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. 4-ാം അധ്യായം ഭഗവാൻ വാസ്തവത്തില് വിസ്തരിച്ച് പ്രതിപാദിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെന്താ കാരണം
രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായത്തിലും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു അത്രേ. ഓക്കെ, എന്നാ രണ്ടാം അധ്യായം എടുക്കായിരുന്നു സ്വാമി, മൂന്നാം അധ്യായം എടുക്കായിരുന്നു. എല്ലാ അധ്യായങ്ങളും വളരെ സമഗ്രം തന്നെ. കേട്ടില്ലേ? നമുക്ക് തൽക്കാലം നാലാം അധ്യായം ശ്രദ്ധിക്കാം. ഇപ്പൊ നാലാം അധ്യായത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? നാലാം അധ്യായത്തിൽ ഭഗവാൻ തൻ്റെ ഉപദേശത്തെ ഉപസംഹരിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും കേട്ടോ? എന്താ കാരണം? 2ഉം 3ഉം അധ്യായങ്ങളിലായിട്ട് ഗീതാസാരം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു അത്രേ. സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കേണ്ട അടുത്ത ചോദ്യം എന്താണ്? ഈ പറഞ്ഞ ഗീതാസാരം എന്താണ്? ഈ പറഞ്ഞ ഗീതാസാരം എന്താകുന്നു? ഗീത പ്രതിപാദിക്കുന്നത് ധർമ്മത്തെ കുറിച്ചാണ്. എന്താണ് ഗീതയിലെ പ്രതിപാദ്യ വിഷയം? ധർമ്മം. എന്താണ് ധർമ്മം? ധർമ്മം ഒരേ സമയത്ത് പ്രാപിക്കേണ്ടുന്ന ലക്ഷ്യത്തെക്കുറിച്ചും അത് പ്രാപിക്കാനുള്ള മാർഗത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ഇവിടെ വേദിയിൽ എല്ലാവരും സ്വാമി വളരെ ലളിതമായ ഭാഷയിൽ എന്നൊക്കെ ആവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ പോണത്? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാക്കണം എന്നുള്ള വാശി വേണ്ട, പക്ഷെ മനസ്സിലാവില്ല എന്ന് കൊട്ടി അടച്ചു കളയരുത്. കേട്ടില്ലേ? മനസ്സിലാക്കി അടങ്ങൂ എന്നുള്ള വാശിയൊന്നും ഇല്ലാതെ ആസ്വദിക്കൂ, കൂടെ വരും, മനസ്സിലാവും. ഇപ്പൊ എന്താ പറഞ്ഞത്? ധർമ്മത്തെ സംബന്ധിച്ച് അത് ഒരേ സമയം ലക്ഷ്യത്തെയും മാർഗത്തെയും സൂചിപ്പിക്കും. ഈ ലക്ഷ്യത്തിന്റെ പേര് മാർഗത്തിന് കൊടുക്കുക എന്നുള്ളത് അത്ര അപരിചിതമായ കാര്യമൊന്നുമല്ല. ലക്ഷ്യത്തിന്റെ പേര് മാർഗത്തിന് കൊടുക്കുക എന്നുള്ളത് സുപരിചിതമാണ്. അതിപ്പോ മാനാഞ്ചിറ ബസ് സ്റ്റാൻഡിൽ പോയാൽ നിറയെ കേൾക്കാം. അവിടെ ഇരുന്നുകൊണ്ട് ഓരോ സ്ഥലത്തിന്റെ പേരിങ്ങനെ കേൾക്കുമ്പോ ആ സ്ഥലങ്ങളൊക്കെ അവിടെ വന്നു എന്നാണോ അർത്ഥം? പിന്നെയോ, ആ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള വാഹനങ്ങൾ സജ്ജമായിരിക്കുന്നു. മാന്യമര്യാദയ്ക്ക് അതിൽ കയറി ടിക്കറ്റൊക്കെ എടുത്താൽ യു ക്യാൻ റീച്ച് ദേ. കേട്ടില്ലേ? അപ്പൊ പാലക്കാട് എന്നും ആലപ്പുഴ എന്നും തൃശ്ശൂർ എന്നും കൽപ്പറ്റ എന്നും ഒക്കെ അവിടെ നിന്ന് വിളിച്ച് പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവിടേക്ക് പോകാനുള്ള വാഹനങ്ങൾ, ലക്ഷ്യത്തിന്റെ പേര് മാർഗത്തിന്. ക്ലിയർ? ഇതുപോലെ ധർമ്മം ഒരേ സമയം ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു, മാർഗത്തെയും സൂചിപ്പിക്കുന്നു. മാർഗപക്ഷത്തിൽ, മാർഗം എന്നുള്ള നിലയിൽ ധർമ്മത്തെ പരിഗണിക്കുന്ന സമയത്ത് ധർമ്മത്തിന് നിർവചനമുണ്ട്. എന്താ ധർമ്മത്തിന്റെ നിർവചനം? ശങ്കരാചാര്യര് കൃത്യമായി പറഞ്ഞു തന്ന ശേഷം അവിടെ ഉദ്ധരിച്ച് വ്യക്തമാക്കുന്നുണ്ട്. വളരെ എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു നിർവചനം, സമഗ്രമായ നിർവചനം. വേറെയും ധർമ്മത്തിന് അനവധി നിർവചനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഭഗവത്ഗീതയെ പഠിക്കുമ്പോൾ ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ച ഈ ധർമ്മ നിർവചനം അതിഗംഭീരം എന്ന് പറയാതെ വയ്യ. എന്താ ആചാര്യസ്വാമികൾ പറയുന്നത്? ജഗതഃ സ്ഥിതി കാരണം. ഈ ധർമ്മചിന്ത മതസംബന്ധിയായി നിലവിലുള്ള ചിന്തകളുടെ പട്ടികകളിലൊന്നും പെടുത്താനുള്ളതല്ല. കേട്ടില്ലേ? മതങ്ങളൊക്കെ പലതുണ്ട്. ആ മതങ്ങളുടെയൊക്കെ പിറകില് മാനവരാശിയുടെ മാനവികതയുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തിച്ച പ്രവാചകന്മാരും അതുപോലെ പല ഗുരുക്കന്മാരും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം.
പക്ഷെ ധർമ്മ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത് സാർവകാലികമാണ്, സാർവദേശീയമാണ്, സാർവജനീനമാണ്. എന്താ സാർവകാലികം എന്ന് പറഞ്ഞാല്? നൂറ്റാണ്ട് ഏതോ ആയിക്കോട്ടെ, ഇതിപ്പോ ഏതാ നൂറ്റാണ്ട്? 21-ാം നൂറ്റാണ്ട് എന്ന് പറയും. ഏത് നൂറ്റാണ്ടായാലും ശരി, ഇറ്റ് ഈസ് റെലവെന്റ്. ഇതാണ് സാർവകാലികം. സാർവദേശീയം എന്ന് പറഞ്ഞാലോ ഏത് ദേശക്കാർക്കും. കേട്ടില്ലേ? ഏത് ദേശക്കാർക്കും ഈ ഒരു നിർവചനം ഉപകാരം ചെയ്യും. സാർവജനീനം എന്ന് പറഞ്ഞാലോ എല്ലാ ആളുകൾക്കും. എന്താ ധർമ്മത്തിന്റെ നിർവചനം? ജഗതഃ സ്ഥിതി കാരണം. ജഗത്തിന്റെ സുസ്ഥിതിയെ ഉറപ്പാക്കുന്ന എല്ലാ കാര്യങ്ങളെയും ധർമ്മത്തിന്റെ പട്ടികയിൽ പെടുത്തിക്കൊള്ളണം. ഓക്കെ. രണ്ടാമത്തെ പക്ഷം എന്താണ്? പ്രാണിനാം. പ്രാണിനാം എന്ന് പറഞ്ഞാൽ സകല പ്രാണികളുടെയും കാര്യം പരിഗണിക്കുന്നുണ്ട് നമുക്ക്. പക്ഷേ മനുഷ്യരുടെ തലത്തിൽ ഇതിനെ സ്വീകരിക്കാം. മനുഷ്യരുടെ കാര്യത്തിൽ ധർമ്മം എന്താണ് ചെയ്തു തരുന്നത്? അഭ്യുദയ നിശ്രേയസ ഹേതു. എന്താണ് ധർമ്മം? അഭ്യുദയം. അഭ്യുദയം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഭൗതിക പുരോഗതിയും. അത് വേണ്ടാന്ന് ആരെ പറഞ്ഞു എന്ന് ചോദിക്കും. അതാവശ്യം. പക്ഷേ അത് മാത്രം പോരാ. അത് മാത്രം പോരാ എന്ന് പറയുമ്പോൾ പിന്നെ എന്തേ വേണ്ടൂ എന്നാണെങ്കിൽ മോക്ഷം വേണം എന്നാണ് ഉത്തരം. മോക്ഷം എന്ന് കേൾക്കുമ്പോഴും വീണ്ടും എന്തോ ഒരു മരണശേഷമുള്ള ദുരവസ്ഥയായിട്ടൊക്കെ തോന്നും. പിന്നെ എല്ലാവരും ഇങ്ങനെ മോക്ഷം മോക്ഷം എന്ന് പറയുന്നുണ്ട്, ആയിക്കോട്ടെ എന്ന് വെച്ചതാ. അല്ലാതെ അതിന്റെ ലക്ഷ്യമാണോ എന്ന് സംശയമുണ്ട് എന്ന് പറയും. ഇവിടെ ശങ്കര ഭഗവത്പാദർ നല്ലൊരു ഇടപെടൽ നടത്തുന്നു. ശങ്കര ഭഗവത്പാദർ പറയുന്നു, ജീവൻ മുക്തി. കേട്ടില്ലേ? മരിച്ച ശേഷം നേടാനുള്ള എന്തോ ഒരു സൗഭാഗ്യമായിട്ട് മോക്ഷത്തെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. ശങ്കരാചാര്യരുടെ ദൃഷ്ടാന്തമാണ്. ഉപനിഷത്തിലെ അനവധി വാക്യങ്ങൾ, ഭഗവത്ഗീതയിലെ വാക്യങ്ങളും ഇതിനെ സാധൂകരിക്കുന്നുണ്ട്. ശങ്കരാചാര്യ അതൊക്കെ ചൂണ്ടിക്കാണിക്കും. ജീവനേവ മുക്തി. എന്താ മോക്ഷം എന്ന് പറഞ്ഞാൽ? മോക്ഷം എന്ന് പറഞ്ഞാൽ പരിപൂർണ സ്വാതന്ത്ര്യം, ചോദ്യം ചെയ്യപ്പെടാത്ത സന്തോഷം, നിതാന്ത ശാന്തി. കേട്ടില്ലേ? ഇതാണ് മോക്ഷം. ഇത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമല്ലേ? ഇത് സാക്ഷാത്കരിക്കാൻ കഴിയും. എങ്ങനെ കഴിയും? ഒരിടത്ത് നിന്നും ഒളിച്ചോടിപ്പോവേണ്ട കാര്യമേ ഇല്ല. ഭഗവത്ഗീതയിൽ അർജുനൻ ഒരു എസ്കേപ്പിസത്തിന്റെ ഫിലോസഫി അവതരിപ്പിക്കുന്നു. വലിയ സമാധാന ദൂതനെ പോലെയാണ് അർജുനൻ സംസാരിക്കുന്നത്. കേട്ടില്ലേ? അതില് ഭഗവാൻ വലിയൊരു നോട്ടക്കുറവ് കാണുകയാണ്. എന്താ നോട്ടക്കുറവ്? അർജുന, താൻ യുദ്ധം ചെയ്യുന്നില്ലെന്ന് തീരുമാനിച്ചാൽ ഈ നാടിന്റെ ഭാവി ഭാഗധേയം എന്തായി പോകും? പിന്നെ ആര് ഭരിക്കും നാട്? അർജുനൻ വിട്ടൊഴിഞ്ഞു പോയ ദുര്യോധനൻ ഏറ്റെടുക്കും. എത്ര സങ്കീർണമാവും കാര്യങ്ങൾ. ഉത്തരവാദിത്വമില്ലേ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. കേട്ടില്ലേ? ഒളിച്ചോടിപ്പോവേണ്ട കാര്യമില്ല. ഹേ അർജുന, നീ എവിടെ നിൽക്കുന്നുവോ അവിടെ നിൽക്കൂ. നീ ആഗ്രഹിക്കുന്ന പരമസ്വാതന്ത്ര്യവും സന്തോഷവും ശാന്തിയും നിനക്ക് സ്വന്തം. കേട്ടില്ലേ? ഗീതോപദേശത്തിന്റെ ഗീതോപദേശ പശ്ചാത്തലത്തിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ്
ഗീതോപദേശ പശ്ചാത്തലത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ്? ബി ദേർ വേർ യു ആർ. നിങ്ങൾ എവിടെയോ അവിടെ തന്നെ നിൽക്കൂ. ഓടിപ്പോവേണ്ട കാര്യം ഇല്ല തന്നെ. ഇപ്പൊ ഭഗവാൻ ജീവൻ മുക്തിയെ കുറിച്ച് പറയുന്നു. നിങ്ങളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി സ്വാമിക്ക് പറയാൻ തോന്നുന്ന കാര്യം ഇതാണ്: ആധ്യാത്മികതയുടെ പേരിൽ നിങ്ങളുടെ ഒരു ആവേശങ്ങളെയും താല്പര്യങ്ങളെയും മാറ്റിവെക്കേണ്ട. തൽക്കാലം ചെയ്യുന്നതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇതും കൂടി കേൾക്കൂ. കേട്ടില്ലേ? ഇത് കേട്ട് മനസ്സിലാക്കുന്നത് പ്രമാണിച്ച് വല്ല മാറ്റവും ജീവിതത്തിൽ ഉണ്ടായാൽ അത് സ്വാഗതാർഹമാണ്. ഏതായാലും ഒന്നും പണയം വെക്കേണ്ട കാര്യമില്ല. ഓക്കെ? പല ആവേശങ്ങളും പല താല്പര്യങ്ങളും പല താതാത്മ്യങ്ങളും ഒക്കെ ഈ പ്രയാണത്തിൽ, ഈ മുന്നേറ്റത്തിൽ, ഈ യാത്രയിൽ പഴുത്ത് പാകമായ ഇല കൊഴിഞ്ഞു പോകും പോലെ വൃക്ഷത്തിനതൊരു വേദനയല്ല, ഇതുപോലെ നമ്മെ വിട്ടുപോകും. ആ സമയത്ത് തടഞ്ഞു വെക്കേണ്ട, അതിന് തത്രപ്പാട് കാണിക്കാതിരുന്നാൽ മതി. മനസ്സിലാവുന്നില്ലേ? പോയിക്കോട്ടെ. ഒരു യുവജനങ്ങളുടെ ക്യാമ്പിൽ ഒരു കുട്ടി വന്ന് പങ്കെടുത്തു. പിരിയുന്ന സമയത്ത് അനുഭവം പറയാൻ പ്രേരിപ്പിച്ചപ്പോൾ ഇയാൾ വന്ന് പറഞ്ഞു, എനിക്ക് ഈ ക്യാമ്പിൽ വന്നിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. ഇതൊക്കെ കേട്ട് പഠിച്ച സമയത്ത് ഞാനിവിടെ പറയാത്ത ചില ശീലങ്ങൾ എനിക്കുണ്ടായിരുന്നു. എനിക്കിപ്പോൾ അതിലൊന്നും താല്പര്യമില്ല. ഇനിയിപ്പോ കഷ്ടപ്പെട്ട് തിരിച്ചു പോയാതൊന്നും തിരിച്ചു പിടിക്കണ്ട. കേട്ടില്ലേ? ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ വല്ലതും സംഭവിച്ചെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഭഗവത്ഗീത കേൾക്കാൻ ധൈര്യക്കുറവ് കാണിക്കരുതേ. ഭഗവത്ഗീത ഭൗതികതയ്ക്കെതിരാണ് എന്ന് ദയവ് ചെയ്ത് അപമാനിക്കരുതേ. കേട്ടില്ലേ? അത് ഗീതയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനാദരവായിരിക്കും, ഗീതയ്ക്ക് കൽപ്പിക്കുന്ന അപമാനമായിരിക്കും. അത് ചെയ്യരുത്. കാരണം ഭഗവാൻ നമ്മെ അറിഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അർജുനൻ പറയാണ്, ഭഗവാനെ ഫ്രോയിഡിന് വായിച്ചിട്ടുണ്ടോ? എന്താ അർജുന? അതാ കുഴപ്പം. മനസ്സിന്റെ സങ്കീർണതകളെ കുറിച്ച്, കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊന്നും ഭഗവാൻ അറിയില്ല. അങ്ങ് പറഞ്ഞ ഈ മനോനിയന്ത്രണമൊന്നും സാധ്യമല്ല. അപ്പൊ ഭഗവാൻ എന്താ പറയണെന്ന് അറിയാം അർജുന? യു ആർ റൈറ്റ്. കേട്ടില്ലേ? മനോദുർനിഗ്രഹം ചലം. അർജുനൻ പറഞ്ഞു വായോരിവ സുദുഷ്കരം. ഭഗവാൻ പറഞ്ഞു ഐ അഗ്രി വിത്ത് യു. കേട്ടില്ലേ? നീ പറഞ്ഞതുപോലെ അർജുന മനസ്സിനെ അടക്കുക എന്ന് പറയുന്നത് നല്ല പ്രയാസമാണ്. പക്ഷേ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഇംപോസിബിൾ. ഇങ്ങനെ ഭഗവാൻ നമ്മെ സഹായിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഭഗവത്ഗീത ഭൗതികതയ്ക്കെതിരാണ് എന്ന് കരുതി തിരിഞ്ഞു നടക്കരുതേ. ഭഗവത്ഗീത പഠിച്ചാൽ എൻ്റെ പല ആവേശങ്ങളും എന്നെ കൈവിട്ടൊഴിഞ്ഞു പോകും എന്ന് ഭയന്ന് ഗീത കേൾക്കാൻ ധൈര്യക്കുറവ് കാണിക്കരുതേ. ക്ലിയർ? ഇതിനു വേണ്ടി നമ്മൾ നിന്നുകൊടുക്കൂ. എന്താ സംഭവിക്കുക നോക്കാലോ. അങ്ങനെ നമ്മളെ അനുവദിക്കും. അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ ഭഗവത്ഗീത നമ്മെ നാം അറിയാതെ നമ്മുടെ പ്രതീക്ഷകളുടേതായ കേദാരത്തിലേക്ക് നയിക്കും. അതേതാണ്? ഞാൻ പറയുന്നത് എനിക്കൊരു വീട് കെട്ടണമെന്നാണെങ്കിലും, ഞാൻ പറയുന്നത്
പ്രമോഷൻ വേണമെന്നാണെങ്കിലും, ഞാൻ പറയുന്നത് എൻ്റെ മൂത്ത മകന് ജോലിയൊന്നും ആയിട്ടില്ല, അത് എന്തെങ്കിലുമൊക്കെ സാധിപ്പിച്ചു തരണേ എന്നാണെങ്കിലും, ശരിക്കും എനിക്ക് വേണ്ടത് അതൊന്നുമല്ല. അതെങ്ങനെ അറിയാം? അതോ ഓരോന്ന് കിട്ടുമ്പോഴാണ്. വീട്ടിലെ വീട് കെട്ടണം എന്ന് പറഞ്ഞ് വീട് കെട്ടി, ഇപ്പോഴോ കെട്ടിയത് അബദ്ധമായി എന്നുള്ള ചിന്തയായി. നീ കടം ഇത്തിരി ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെയാ തുടങ്ങിയത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് വേണമെന്ന് നമ്മൾ കരുതുന്നതാവില്ല നമുക്ക് വേണ്ടത്. ഇത് ഭഗവാൻ അറിയാലോ. ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. അർജുനാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ, അഥവാ ഇന്നത്തെ സാംസ്കാരികവും സാമൂഹികവും ധാർമ്മികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവും ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നമുക്കുള്ള ഇപ്പോഴത്തെ നിരാശയില്ലേ, ആ നിരാശയെ സംബന്ധിച്ചാണ് അർജുനാവസ്ഥയെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് പറയാൻ കാരണം, അർജുനാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി ഭഗവാൻ മറുപടി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടത് കിട്ടും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഭഗവത്ഗീത ശ്രദ്ധിക്കാം. ഗീതാ പഠനത്തെ സംബന്ധിക്കുന്ന മുൻവിധികളെ മാറ്റി നിർത്താൻ തൻ്റെ ഇടം കാണിച്ചാൽ മതി. നമ്മുടെ ഒരു പ്രവർത്തകൻ ഫേസ്ബുക്കിൽ ഈ ഗീതാജ്ഞാന യജ്ഞത്തിന്റെ വിളംബരം പലരും ഷെയർ ചെയ്ത് അങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പൊ അതിൻ്റെ അടിയിലെ ഒരു കമന്റ്, എന്താ കമന്റ്? ഭഗവത്ഗീത പഠനം അടിമത്തത്തിലേക്ക്. സ്വാമി ഇത് മാറ്റിക്കോട്ടെ. അവിടെ ഒരു മാറ്റമില്ല, അവിടെ കേട്ടില്ലേ? അത് വായിച്ചിട്ട് ആരെങ്കിലും വരാതിരുന്നാൽ അവരെ നമുക്ക് പിന്നെ അഡ്രസ് ചെയ്യാം. അത് വായിച്ചിട്ടും ആഹാ എന്ന് വന്നവരാണ് നിങ്ങളെങ്കിൽ സ്വാഗതം, പറയൂ ഇവിടെ എവിടെയാ അടിമത്തം. കേട്ടില്ലേ? ഗീത ബൂർഷ്വാ സിദ്ധാന്തം എവിടെയാ? കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു. കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ. ശമ്പളം ചോദിക്കരുത്, ആനുകൂല്യങ്ങളൊന്നും ചോദിക്കരുത്, അതിനൊന്നും വേണ്ടി സമരം ചെയ്യരുത്. ആര് പറഞ്ഞു? നിങ്ങൾ അർഹതപ്പെട്ടത് നേടിയെടുത്തില്ലെങ്കിൽ ഭഗവാൻ നിങ്ങളോട് പെടണം. കാരണം എന്താണ്? ഭഗവാൻ കോംപ്രമൈസ് ചെയ്യാത്ത ആളാണ്. കേട്ടില്ലേ? തനിക്ക് അർഹതപ്പെട്ടതൊക്കെ നേടിയെടുത്ത ആളാണ്. അത് തന്നെയാണ് അർജുനോടും പറഞ്ഞത്, അത് തന്നെയാണ് നമ്മളോട് ഓരോരുത്തരോടും പറയുക. പക്ഷെ അർഹതപ്പെട്ടത് എന്ത് എന്നുള്ളത് അന്വേഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. അത് അടിച്ചേൽപ്പിക്കുന്നില്ല. കേട്ടില്ലേ? നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ കേമായിട്ടുള്ളതൊക്കെ അർഹതപ്പെട്ടവരാണ് കേട്ടോ, അതുകൊണ്ട് അത് തേടിക്കൂടെ എന്ന് ചോദിക്കും. ഇതിൽ നമുക്ക് എന്തെങ്കിലും വിസമ്മതം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ആലോചിച്ചു. മുൻവിധികൾ മാറ്റിവെക്കാം. ചാതുർവർണ്ണ്യം വരുന്നുണ്ട് ഈ അധ്യായത്തിൽ. കാടൻ സമ്പ്രദായത്തിലേക്ക് നമ്മുടെ സാംസ്കാരിക മുന്നേറ്റങ്ങളെ തിരിച്ചു നടത്താൻ ഈ ചാതുർവർണ്ണ്യത്തെ ആക്ഷേപിക്കുന്നവർ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന വാക്യത്തെ ആക്ഷേപിക്കുന്നവർ തസ്യ കർത്താരമപി മാം വിദ്ധി അകർത്താരമപി, അത് വായിക്കണില്ല. അതിന്റെ കർത്താവായി എന്നെ അറിഞ്ഞാലും ഞാൻ അതിന്റെ അകർത്താവുമാണ്. അതെന്താ അർത്ഥം? അത് പുറത്തേക്ക് പോകാനുള്ള വാതിലാണ്. മനസ്സിലായില്ലേ? ചാതുർവർണ്ണ്യത്തിൽ നിങ്ങൾ ശ്വാസം മുട്ടി കഴിയേണ്ട കാര്യമില്ല. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. എങ്ങനെയാ അത് പ്രയോജനപ്പെടുത്തുക അത് നമുക്ക് കാണാം. പിന്നെയോ അകർത്താരം, ഞാൻ അതിന്റെ കർത്താവല്ലാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വാതിലാ, തുറന്ന് പുറത്തേക്ക് പോകാനാ. മനസ്സിലാവില്ലേ? മുൻവിധികളെ മാറ്റിവെച്ച് നമുക്ക് കേൾക്കാം. നാളെ നമ്മൾ ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുറച്ച് സിദ്ധാന്തം മനസ്സിലാക്കണം.
സിദ്ധാന്തം അല്ല വേണ്ടത്, പ്രായോഗികതയാണ്. പ്രായോഗികതയിലേക്ക് പോകുന്നതിന് മുമ്പേ സിദ്ധാന്തം, അതിനെല്ലാവരും കാത് തരുമോ, ബുദ്ധി തരുമോ? എന്താ സിദ്ധാന്തം? ഭഗവാൻ ധർമ്മത്തെയാണ് ഉപദേശിക്കുന്നത്. ഈ ധർമ്മമാകട്ടെ ജഗത്തിന്റെ സ്ഥിതി കാരണമാണ്, പ്രാണികൾക്ക് അഭ്യുദയത്തെയും നിശ്രേയസത്തെയും പ്രദാനം ചെയ്യുന്നതാണ്. അഭ്യുദയം ഭൗതിക സമൃദ്ധി, നിശ്രേയസം മോക്ഷം. ഓക്കെ, ഈ ധർമ്മോപദേശം 2 പ്രകാരത്തിലാണ്, 2 ലക്ഷണങ്ങളാണ്. എന്തൊക്കെയാ ലക്ഷണം? പ്രവൃത്തി ലക്ഷണം, നിവൃത്തി ലക്ഷണം. ഒന്ന് പറയൂ. പ്രവൃത്തി ലക്ഷണം, പ്രവൃത്തി ലക്ഷണം, നിവൃത്തി ലക്ഷണം. ഓക്കെ, പ്രവൃത്തി ലക്ഷണം ഭഗവാൻ പരമ്പരാഗതമായി ഉപദേശിക്കാൻ ഏർപ്പാട് ചെയ്തത് പ്രജാപതിമാർക്കാണ്. പ്രജാപതിമാരോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രവൃത്തി ലക്ഷണത്തെ വ്യാപകമായിട്ട് ഉപദേശിക്കും. ഇന്നത്തെ നിലയിൽ നമ്മൾ പ്രജാപതിമാർ നമുക്ക് ഉപദേശം തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്താണ്? പ്രജാപതിമാർ നമുക്ക് ഉപദേശം തരുന്നുണ്ടോ എന്ന ചോദ്യം നമ്മൾ ഇന്ന് ചോദിക്കുകയാണെങ്കിൽ അച്ഛനമ്മമാർ ഉപദേശം തരുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഭഗവാൻ അങ്ങനെയാ ഉദ്ദേശിച്ചത്. സർഗാദോ, സൃഷ്ടിയുടെ തുടക്കം തന്നെ, സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? സൃഷ്ടിയോടൊപ്പം അറിവിനെയും പ്രകാശിപ്പിച്ചു. സൃഷ്ടിയോടൊപ്പം അറിവിനെയും പ്രകാശിപ്പിച്ചു. ഇതൊക്കെ കുറച്ച് ചമത്കാരം കലർത്തി പറയട്ടോ. സൃഷ്ടിയോടൊപ്പം അറിവിനെ പ്രകാശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൈഡ്രജൻ ആറ്റത്തിന് അറിയാം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത്, ഓക്സിജൻ ആറ്റത്തിന് അറിയാം എങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്ന്. ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അതിൽ നിഹിതമായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഹൈഡ്രജനും ഓക്സിജനും അടുത്തു വന്നാലോ 2 ഹൈഡ്രജൻ ആറ്റം ഒരു ഓക്സിജനെ സ്വീകരിച്ചിട്ട് ജലമാവുന്നു. മനസ്സിലായില്ലേ? ഈ പ്രകാരം ഫങ്ഷൻ ചെയ്യേണ്ട വിധമൊക്കെ സൃഷ്ടിയിൽ എല്ലാറ്റിനും അറിയാം. മനുഷ്യന്റെ കാര്യത്തിൽ പക്ഷേ ഉപദേശം വേണമെന്നുള്ള പ്രശ്നമുണ്ട്. അതൊരു പ്രശ്നമായിട്ട് കാണാം, മറിച്ചും ചിന്തിക്കാം. എന്താ മനുഷ്യന്റെ കാര്യത്തില്? മനുഷ്യന്റെ കാര്യത്തില് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യും? ചിന്തിച്ച് 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 വേണ്ടാന്ന് വെക്കാമെന്ന് തീരുമാനിക്കും. അല്ലെങ്കിലോ ചിന്തിച്ച് 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 കുണ്ടാവണ്ടി തന്നെ ചെയ്യും. മനുഷ്യന്റെ കാര്യത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു? എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഒരു വ്യവസ്ഥയുള്ളത് പരമ്പരാഗതമായി പറഞ്ഞു കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. 2 കൂട്ടരെയാണ് ഏൽപ്പിച്ചത്. ഒരു കൂട്ടര് പ്രജാപതിമാരാണ്, വേറൊരു കൂട്ടരെ ഏൽപ്പിച്ചത് നിവൃത്തി മാർഗത്തെ കുറിച്ച് പറയാനാണ്. അത് നിവൃത്തന്മാർക്ക് മറ്റേ പറയാൻ പറ്റുള്ളൂ. നിവൃത്തന്മാര് എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതത്തിനൊക്കെ എതിരായവർ എന്നല്ല അർത്ഥം. കേട്ടില്ലേ? പിന്നെയോ ലൗകിക ജീവിതത്തെ ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയവർ. ലളിതമായ ഒരു ദൃഷ്ടാന്തം പറയുകയാണെങ്കിൽ, കുട്ടികൾക്ക് കളിക്കോപ്പുകൾ വളരെ ആകർഷകമാണ്, ശരിയല്ലേ? ആ വിഷയത്തിൽ നിവൃത്തി മാർഗക്കാരാരാ? മുതിർന്നവർ. മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം കളിക്കോപ്പുകൾ ശല്യമാണോ? അല്ല. വേണമെന്ന് വാശി പിടിക്കുകയോ? ഇല്ല. കിട്ടിയ ചിലപ്പോൾ കളിച്ചെന്നില്ല. മനസ്സിലായില്ലേ? പക്ഷെ അത് ആരെങ്കിലും എടുത്തോണ്ട് പോയാലോ? കുട്ടികളാണെങ്കിലോ? പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം മനസ്സിലാവുണ്ടോ? നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ എതിര് എന്നൊന്നും അർത്ഥം എടുക്കണ്ട. ആശ്രയത്വമില്ലായ്മയാണ്, ആസക്തിയില്ലായ്മയാണ്. മുതിർന്നവർക്ക് കളിക്കോപ്പുകളിൽ എന്ന പോലെ. ഈ ആശയം മനസ്സിലായോ?
അപ്പൊ സന്യസ്തന്മാരെയാണ് നിവൃത്തി മാർഗം പ്രചരിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തത്. കാരണം അവർക്ക് പ്രവൃത്തി ആവശ്യമില്ല. അതെന്തേ അങ്ങനെ സംഭവിച്ചു അത് നമുക്ക് നോക്കാം ഈ അധ്യായത്തിൽ വിശദീകരിച്ച്. ഓക്കെ, പ്രവൃത്തി മാർഗം പറഞ്ഞു കൊടുക്കാൻ ആരെ ഏൽപ്പിച്ചു? പ്രജാപതിമാരെ. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് മനസ്സിലായിക്കൊള്ളണം? കുടുംബത്തിലെ കാരണവന്മാരും വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ അവര് പറഞ്ഞു തരുന്നുണ്ടോ? കഷ്ടിയ. ഇതാണ് അപകടം. ഓക്കെ, നിവൃത്തി മാർഗത്തെ കുറിച്ച് പറയാൻ ആരെയാ ഏൽപ്പിച്ചത്? സനന്ദനാദികളെയൊക്കെ. കേട്ടില്ലേ? അവരോ? അവര് നിവൃത്തി മാർഗക്കാരാണ്. രണ്ട് തായ് വഴികളായി പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും ഒഴുകിയെത്തിയിട്ടുണ്ട്. അത് ഉറപ്പാ. പക്ഷേ എവിടെയൊക്കെയോ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഭഗവാൻ അവതരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പൈപ്പൊക്കെ ഒന്ന് നേരെയാക്കുക. നിങ്ങളെ വിളിച്ച് അന്വേഷിക്കുന്നു. അതെ, ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം അഭ്യുദയ നിശ്രേയസ ഹേതുഹു യഹ സ ധർമ്മ. ആ ധർമ്മത്തെ കുറിച്ച് വല്ലതും അറിയോ? ധാർമ്മികമായിട്ട് എന്താ ചെയ്യണത്? അമ്പലത്തിൽ പോവാറുണ്ട്. പിന്നെയോ ഒരു യാചകനെ കണ്ടാൽ പോക്കറ്റിൽ കൈയിടും, എടുക്കും, കൊടുത്താലേ. ഇതുപോലെയൊക്കെ അങ്ങനെ പോണം. കുറി തൊട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളെ നമുക്ക് പറയാനുണ്ട്. എന്താ സംഭവിച്ചത്? ഇത് അറിവോടെ പാലിച്ചു വന്നവർക്ക് പ്രശ്നമുണ്ടായി. ആ പ്രശ്നം എന്താണെന്ന് നമുക്ക് നാളെ കാണാം. ഏതായാലും ശരി, സ്വന്തം അച്ഛനമ്മമാരെ കുറ്റം പറയണ്ട. അവരുടെ അച്ഛനമ്മമാരുടെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരുടെ പ്രശ്നമായിരിക്കാം. ഏതായാലും ധൃതരാഷ്ട്ര സംഗതിയൊക്കെ മുടക്കിയവൻ. കേട്ടില്ലേ? ധൃതരാഷ്ട്ര ഒരു പ്രതീകമാണ്. എന്തിന്റെ പ്രതീകം? മക്കൾക്ക് ധർമ്മവിഷയകമായ ഉപദേശവും ആചാര കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ പോയ കുരുടനായ പിതാവ്. പ്രജാപതിമാരുടെ ആ ഒരു ഉപദേശ പാരമ്പര്യത്തിന് ധൃതരാഷ്ട്രയിൽ മുടക്കുണ്ടായി. മനസ്സിലായില്ലേ? ഇത് ഭഗവാൻ ശ്രദ്ധിച്ചു. നഷ്ടമാണ്. രണ്ടും മൂന്നും അധ്യായങ്ങളിലായിട്ട് ഭഗവാൻ പ്രവൃത്തി മാർഗത്തെ പറഞ്ഞു, നിവൃത്തി മാർഗത്തെ പറഞ്ഞു. ഒന്ന് അഭ്യുദയത്തിന് കാരണമാകുന്നു, രണ്ടാമത്തത് നിശ്രേയസത്തിന് കാരണമാകുന്നു. ഇത് പരമ്പരയാ ഉപദേശിക്കപ്പെടേണ്ടതാകുന്നു. കേട്ടില്ലേ? പ്രജാപതിമാരാലും അതുപോലെ സനകാദികളാലും ഉപദേശിക്കപ്പെടേണ്ടതാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ എവിടെ പറഞ്ഞു? രണ്ടും മൂന്നും അധ്യായങ്ങളിലായിട്ട് പറഞ്ഞു. ആദ്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തത് എന്താ? അർജുന, നിന്റെ ഈ സങ്കടങ്ങളൊക്കെ നീ സത്യം പറയട്ടെ അസ്ഥാനത്താണ്. കേട്ടില്ലേ? ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാ, ഈ ലോകത്തിന്റെ പ്രയാണത്തെ തടഞ്ഞു വെക്കാൻ ആർക്കും സാധ്യമല്ല. പ്രയാണത്തെ തടഞ്ഞു വെക്കാൻ, അതിന്റെ ഒരു പ്രകൃതത്തെ, അതിന്റെ ഒരു സ്വാഭാവികമായ സഞ്ചാരത്തെ തടഞ്ഞു വെക്കാൻ സാധിക്കില്ലെങ്കിൽ, അത് ബോധ്യമായി കഴിഞ്ഞാൽ ബുദ്ധിപൂർവകമായ ഒരു നിശ്ചയം എന്തായിരിക്കണം? യു ജസ്റ്റ് അലൗ ഇറ്റ്. മനസ്സിലാവുന്നില്ലേ? അത് അനുവദിക്കുക. അല്ലാതെ തടഞ്ഞു വെക്കാൻ പറ്റാത്തതിനെ തടഞ്ഞു വെക്കാൻ തത്രപ്പെട്ടാൽ, ഓടുന്ന കുതിരയെ പിടിച്ചു വെക്കാൻ തത്രപ്പെടുമ്പോഴുള്ള എല്ലാ പ്രയാസങ്ങളും ഉണ്ടാവും. നമ്മുടെ സങ്കടങ്ങളൊക്കെ നല്ലൊരു ശതമാനം അങ്ങനെ. ഒരു സാമാന്യം
ഈ നിലയിലൊക്കെ ചിന്തിച്ചുറച്ച ഒരു വ്യക്തിയുടെ പ്രതികരണത്തെക്കുറിച്ച് തമാശയായിട്ട് പറയും. നിങ്ങളുടെ കപ്പൽ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. വാട്ട്? അല്ല, കപ്പൽ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. സോ വാട്ട്? കേട്ടില്ലേ? ഏതായാലും സംഭവം കഴിഞ്ഞു. സോ വാട്ട്? വാട്ട്? സോ വാട്ട്? ഇതൊരു അനുവാദം കൊടുക്കലിന്റെ കലയാണ്. ഇത്ര കാലത്തെ ജീവിതത്തിനിടയ്ക്ക് നമുക്ക് ഈ പാഠം ബോധ്യമായി കിട്ടിയിട്ടില്ല. ചിലതൊന്നും നമുക്ക് തടഞ്ഞു വെക്കാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അനുവാദം കൊടുക്കലിന്റെ കല. ജസ്റ്റ് അലൗ ഇറ്റ്. ഭഗവാൻ പറയാണ്, ആഗമഃ അപായിനഃ അനിത്യാഃ താൻ തിതിക്ഷസ്വ. അതിനെ നീ സഹിക്കുമ്പോൾ നീ വളരെയാണ്. മനസ്സിലാവുന്നില്ലേ? അനുവദിക്കാൻ നമ്മൾക്ക് കഴിയുമ്പോൾ നാം അറിവ് നേടാൻ യോഗ്യരാവുകയാണ്. പുതിയ പാഠങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. ഭഗവാൻ അർജുനനോട് ആദ്യം പറഞ്ഞു കൊടുത്ത കാര്യം, നീ വെറുതെ കിടന്ന് കരയാതിരിക്കൂ. ഭീഷ്മ ദ്രോണാദികളുടെ മരണം തനിക്ക് തടയാൻ പറ്റില്ല. തടയാൻ പറ്റില്ല എന്ന് അനുവദിച്ചാൽ ഭീഷ്മദ്രോണാദികൾക്ക് മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ആലോചിക്കാനുള്ള കഴിവുണ്ടാവും. മനസ്സിലായില്ലേ? ഇല്ലാതെ ഇവരിപ്പോ നഷ്ടപ്പെടുക എന്ന് ആലോചിച്ചാൽ, നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് സംഭവിക്കുന്ന ആലോചിക്കാൻ പറ്റില്ലേ? ഇതാകട്ടെ നഷ്ടപ്പെടും. അതാണ് ഇപ്പൊ ലോകത്തിന്റെ ഒരു പ്രകൃതം. അങ്ങനെ വരുമ്പോൾ ആലോചിക്കാൻ കഴിവുണ്ടാവും. ഭഗവാൻ പറയാണ്, അർജുന, ഞാനേ ഇല്ലാതിരുന്നു എന്നുള്ളൊരവസ്ഥ ഉണ്ടായില്ല. തന്റെ കാര്യം അങ്ങനെ. ഈ കാണുന്ന ജനാധിപന്മാരും അതെ, ഇല്ലാതിരുന്നു എന്നുള്ളൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ഇനി ഇല്ലാണ്ടാവുകയില്ല. സാരം ഇതാണ്, നമ്മളെല്ലാവരും എന്നെന്നും ഉണ്ടായിരിക്കും. പക്ഷേ ഈ ശരീരത്തോടൊപ്പമല്ല. ശരീരം കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടതാണ്, കൂട്ടിയോജിപ്പിക്കപ്പെട്ടതാണ്, സംഘാതമാണ്, വിഘടിച്ചു പോയേ തീരൂ. മനസ്സിലായില്ലേ? യു ജസ്റ്റ് അലൗ ഇറ്റ്. Then you will realize there is a factor which is imperishable. കേട്ടില്ലേ? ഈ കാര്യം ഭഗവാൻ ആദ്യം പറഞ്ഞു. എന്നിട്ട് അർജുനൻ ഉന്നയിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഭഗവാൻ പരിഗണിച്ചുകൊണ്ട് ഉത്തരം പറയുന്നു. അല്ല ഭഗവാനെ, മരിക്കണില്ല ഒരാള്, ശരിയാ, സമ്മതിച്ചു, വാദത്തിന് വേണ്ടി സമ്മതിച്ചു. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് സങ്കടങ്ങളൊക്കെ വന്ന് ചേരില്ലേ, രോഗങ്ങളൊക്കെ വരില്ലേ? അർജുന, അതൊന്നും തടയാൻ പറ്റില്ല. അത് അനുവദിക്കൂ. കേട്ടില്ലേ? പിന്നെ ക്രമത്തിൽ അർജുനനെ ഭഗവാൻ പരമമായ സത്യത്തെക്കുറിച്ച് അറിയിക്കും. എന്താ പരമമായ സത്യം? അതൊരിക്കലും ഉണ്ടായതല്ല, ഇനി ഒരിക്കലും ഇല്ലാതാവുകയുമില്ല. ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതൊക്കെ അതിൻ്റെ ഒരു വിഭൂതി മാത്രം. ഏതുപോലെ തിരമാലകൾ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു, പക്ഷെ ആധാരമായ സമുദ്രത്തിന് യാതൊരു കോട്ടവും ഒരു കാലത്തും സംഭവിക്കുന്നില്ല. So shift your attention from the waves to the ocean behind. മനസ്സിലാവുന്നില്ലേ? ഇതാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഇത് മനസ്സിലാവുന്നില്ല എന്ന് മാറ്റി വെക്കണ്ട. ഏതു നേരവും ഇതൊക്കെ തിരമാലയാണ്, ഒക്കെ ഇല്ലാണ്ടാവും എന്ന് ആലോചിക്കുകയും വേണ്ട. കേട്ടില്ലേ? ഈ തിരക്കുകൾക്കൊക്കെ ഇടയിൽ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്ത് താരതമ്യേന ശരീര ഇന്ദ്രിയ മനസ്സുകളെയൊക്കെ സ്വസ്ഥമാക്കിയിട്ട് ഇതൊക്കെ വന്നു പോകും. അപ്പോഴും
നാശരഹിതമായ ഒരു തത്വം എന്ന് ചിന്തിക്കും. കേട്ടില്ലേ? ഈ വഴിയിലൂടെയാണ് ധർമാവബോധത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ ഉയരുക. വീണ്ടും പറയട്ടെ, ഇപ്പൊ ചെയ്തു വരുന്ന ഒരു കാര്യങ്ങളും മാറ്റിവെക്കണ്ട. ഇതൊക്കെ മായയാണ്, മിഥ്യയാണ് എന്ന് പറയുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണ് എന്നുള്ളത് ഇന്ന് രസതന്ത്രവും ഊർജതന്ത്രവും മാത്തമാറ്റിക്സും ഒക്കെ കണ്ടെത്തിയിട്ടുള്ള അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫിസിസിസ്റ്റ് ഈ ലോകത്തെ കുറിച്ച് എന്താ പറയുക? എവറിത്തിങ് ഈസ് നത്തിങ് ബട്ട് എനർജി, റൈറ്റ്? അത് ഈ ഉള്ളതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ടാണോ പറയുന്നത്? അല്ല, ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഊർജമാണ് എന്നുള്ള വസ്തുത ഓർമ്മിച്ചാൽ, അറിഞ്ഞാൽ, നാളെ മറ്റന്നാൾ ഇത് മറ്റൊരു പ്രകാരത്തിലാവുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ നമുക്ക് ധൈര്യം കിട്ടും. മനസ്സിലാവുന്നില്ലേ? ഇതാണ് ധർമ്മബോധത്തിന്റെ ഗുണം. അനുവാദം കൊടുക്കൽ. ഇങ്ങനെ അനുവാദം കൊടുക്കാൻ ഭഗവാൻ അർജുനനെ ധൈര്യപ്പെടുത്തുന്നു. പിന്നത്തെ ചോദ്യം എന്താണ്? എങ്ങനെ വേണം ഈ ലോകത്തിൽ വർത്തിക്കാൻ, കർമ്മം ചെയ്യണ്ടേ? ഈ വിഷയത്തിൽ സ്വധർമാനുഷ്ഠാനം, അവനവന് പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്യാം. അങ്ങനെ ചെയ്താലോ അത് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ചെയ്യുമ്പോൾ യു വിൽ ബി ഏബിൾ ടു എൻജോയ് ഇറ്റ്. മനസ്സിലായില്ലേ? ഇങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് സ്വധർമാനുഷ്ഠാനത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. മാത്രമല്ല, കർമ്മമേഖലയിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കുന്ന സമയത്ത് ആവതും എല്ലാ ഘടകങ്ങളെയും പരിഗണിക്കണം. കാരണം എന്താണ്? ഇതൊരു ഓർക്കസ്ട്ര പോലെയാണ്. കേട്ടില്ലേ? ഇപ്പൊ ശ്രുതി ചേർത്ത് വെച്ച് ഈ ആലാപനത്തിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കണം. നിങ്ങൾ വായിക്കുന്നത് തബലയാണെങ്കിൽ വേറൊരാള് ഹാർമോണിയം വായിക്കുന്നുണ്ട്, ഇനി ഒരാൾ കീബോർഡ് വായിക്കുന്നുണ്ട്, മറ്റൊരാൾ ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്. എവരിതിങ് ഈസ് ഓക്കെ. മനസ്സിലായില്ലേ? ഒന്ന് ശ്രുതി ചേർക്കാൻ. ഈ ശ്രുതിയെ കുറിച്ച് യജ്ഞയിസം എന്നാണ് 3-ാം അധ്യായത്തിൽ ഭഗവാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സോ ബി റെഡി ടു കോപ്പറേറ്റ് വിത്ത് അതേഴ്സ്. കേട്ടില്ലേ? അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നന്ദി കാണിക്കാനാണ് എന്നാണ് ഭഗവാന്റെ പക്ഷം. പ്ലീസ് ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ലവ്. കാരണം എന്താണ്? നമ്മൾ ഒരുപാട് ബ്ലസ്ഡ് ആണ്. ഇല്ലാ പാട്ട് ഇങ്ങനെ പാടി നടക്കുന്നതിനപ്പുറത്ത് ഉള്ളതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കൂ സാർ. ഒരാചാര്യൻ പറയാണ്, ഈ കോൻ ബരേഗ കറോട്ട്പതി എന്നൊക്കെ പറയും. ബനേഗയുടെ ആവശ്യമില്ല, ഇപ്പൊ തന്നെ കറോട്ട്പതിയാണ്. കിഡ്നിക്കൊക്കെ എന്താ വില? ഇങ്ങനെ ഓരോന്നിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോടിയുടെ ആസ്തിയായിട്ടാണ് നടക്കുന്നത്. സോ പ്ലീസ് ഹാവ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി ഉണ്ടാവട്ടെ, സ്നേഹം ഉണ്ടാവട്ടെ. സോ ദാറ്റ് നമ്മുടെ ജീവിതം എന്താവും? കണ്ടിന്യൂസ് സർവീസ്. അങ്ങനെ സെർവ് ചെയ്ത് പോകുമ്പോഴോ ഈ ഒരു സത്യം മനസ്സിലാക്കാനുള്ള അനുവാദം കൊടുക്കലിന്റെ കലവശത്താവും സത്യം മനസ്സിലാവും, തത്വനിഷ്ഠയാവും. സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം ഇതാ പിടിച്ചു എന്ന് അതും പറഞ്ഞു കൊടുത്തു. കേട്ടില്ലേ? ഇങ്ങനെ 2-3 അധ്യായങ്ങളിലായിട്ട് പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാൻ ഇത് ഞാൻ പണ്ട് സൂര്യൻ ഉപദേശിച്ചു കൊടുത്തു എന്നൊക്കെ പാരമ്പര്യവും കൂടി പറഞ്ഞതിന് ശേഷം ലെറ്റ് മീ കൺക്ലൂഡ് എന്ന് വെച്ചതാണ്. അപ്പോഴേക്കും അർജുനൻ ഒരു ചോദ്യം ചോദിച്ചു. അതുകൊണ്ട് ലക്കിലി വി ഗോട്ട് 4th chapter. After that 5th chapter comes up to 18 chapters. അല്ലേ? എന്താ കാര്യം? അർജുനൻ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത് കൊണ്ട്. അല്ലെങ്കിലും അർജുനനെ പശുക്കിടവായിട്ടാണ് കൽപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ അവിടിന് മുട്ടി എന്ന് പറയുക. അപ്പൊ വീണ്ടും പാല്. ഓക്കെ, 4-ാം അധ്യായം പാല് നാളെ തൊട്ട് നമുക്ക് ആസ്വദിക്കാം. ഇപ്പൊ ഭഗവാന്റെ ഗംഭീര ഡിക്ലറേഷനോട് കൂടിയാണ് ആരംഭിക്കുന്നത്. എന്താ ഡിക്ലറേഷൻ? ഞാൻ ഇത് പണ്ട് സൂര്യന് ഉപദേശിച്ചു കൊടുത്തതാവുന്നു, പരമ്പരയായിട്ട് നിങ്ങൾ പോയിരുന്നു. അതാണ് ഞാൻ നിനക്കും പറഞ്ഞു തന്നത്. അർജുന, അല്ല സോറി ഭഗവാനെ, ഇജാതി തള്ളു വേണ്ടാട്ടോ. ഞാൻ പണ്ട് സൂര്യൻ, നമ്മൾ തമ്മിൽ അത്ര പ്രായ വ്യത്യാസമൊന്നുമില്ല. ഓഫ് കോഴ്സ് ഞാൻ അങ്ങയുടെ അനുജനാണ്, പക്ഷെ അങ്ങയുടെ മുഴുവൻ കാര്യവും ഞാൻ അന്വേഷിച്ചാണ്. കംസന്റെ കാരാഗ്രഹത്തിലാണ് പിറന്നത്. എന്നിട്ട് രാത്രിക്ക് രാത്രി
മറ്റേ അമ്മയുടെ പേര് യശോദയുടെ വീട്ടിൽ കൊണ്ട് എനിക്കൊക്കെ അറിയാം. പിന്നെ ഞാൻ വേറെ ചില കാര്യങ്ങളും കേട്ടു. അങ്ങനെയൊക്കെയുള്ള അങ്ങ് പക്ഷെ സൂര്യൻ എന്ന് കേട്ടില്ലേ? അർജുന നീ എന്നെ കുറിച്ച് ഒരു ചുക്കും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയാണ് ഭഗവാൻ 4-ാം അധ്യായം വിസ്തരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? നാളെ മധുജി പറഞ്ഞതുപോലെ സമയത്തിന് തന്നെ വരുമോ? എത്ര മണിക്കാണ് വരേണ്ടത്? 6 മണിക്ക്. 6 മണിക്ക് കൃത്യമായിട്ട് എത്തിച്ചേരുന്നവരൊന്ന് കൈവന്തിക്കുന്നവർക്ക് വെരി ഗുഡ്, താങ്ക് യു. മറ്റുള്ളവർ പൊന്തിച്ചില്ല എന്നുള്ളത് വരാതിരിക്കുന്നു. യെസ്, വരും ദിവസങ്ങളിൽ നമ്മൾ ഭഗവാന്റെ മഹത്വം കാണുന്നു. ഈ ഭഗവാന്റെ മഹത്വം അറിഞ്ഞിട്ട് നമുക്ക് എന്താ ഗുണം? ഭഗവാൻ പറയല്ലേ, എന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പൊ കഴിച്ചിലാവണോ? കൃഷ്ണന്റെ മഹത്വം മനസ്സിലാക്കിയാൽ കേട്ടില്ലേ? അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കും, കൃഷ്ണൻ മഹാനാണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ ഗുണം സ്വാമി? അവിടെയാണ് ഒരു സീക്രട്ട് ഉള്ളത്. ആ സീക്രട്ട് ഇവിടെ